ആക്ച്വലി ഗുഡ് ആഫ്റ്റർനൂൺ ആയി. സോ എല്ലാവർക്കും എൻ്റെ ഒരു കുക്കിംഗ് വ്ളോഗിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വട്ടം ഇട്ടത് ഒരു ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു 1K വ്യൂസൊക്കെ എത്തി. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനൊരു സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ളൂ. യൂട്യൂബ് തുടങ്ങിയിട്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഞാൻ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു 6 months ആയിട്ടുള്ളൂ. സോ എൻ്റെ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോനകത്ത് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു അൺനോൺ ആളുടെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടൊന്നുമില്ല, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ തരുന്നുള്ളൂ. സോ ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ഇപ്പം നിലവിൽ കാനഡയിൽ വന്നിട്ടുള്ളത്. എൻ്റെ പേര് പ്രീസി, ഹസ്ബൻഡ് ഷെബിൻ. ഞങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങിയൊരു ചാനലാണ് ട്രാക്കുക്കു. ഇപ്പം ഞാനത് ഒഫീഷ്യലി അങ്ങ് കൈകാര്യം ചെയ്തുകൊണ്ട് പോവുകയാണ്. സോ ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു ഒരു 5 years. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഷെബിന് ഓൺസൈറ്റ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാനഡയിലേക്ക് എത്തി. അപ്പോൾ കാനഡയിൽ വരുമ്പോൾ എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ പലർക്കും അറിയാം, പലർക്കും അറിയില്ല. അടുക്കള എന്ന് പറയുന്നത്, കിച്ചൺ എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിരിക്കും. എത്ര വലിയ വീടാണെങ്കിലും കിച്ചൺ ഭയങ്കര ചെറുതായിരിക്കും. മോസ്റ്റ്ലി കിച്ചൺ ഭയങ്കര ചെറുതായിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കിച്ചൺ കൈകാര്യം ചെയ്യാനും കുക്കിംഗ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു മനുഷ്യനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തള്ളുന്ന രീതിയിലാണ് ഞങ്ങളൊക്കെ അടുക്കള ഉണ്ടായിരുന്നത്. ഞാനും ഷെബിന് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളയായിരുന്നു. അപ്പോൾ അത് ഉണ്ടാവരുതേ എന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. സോ കാനഡയ്ക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു, കിച്ചൺ വലുത് കിട്ടുമോ? ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. കണ്ടോ, ഞാൻ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട്. സോ കുറച്ച് പേർക്ക് എന്നെ പരിചിതമായിരിക്കാം. സോ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇനി നിങ്ങൾക്ക് കൂടുതലൊന്നും എനിക്കിങ്ങനെ പറഞ്ഞ് ശീലമില്ല, അതുകൊണ്ടാണ്. നേരിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ കുറേ സംസാരിക്കും, ഇതുപോലെ പറഞ്ഞാൽ അധികം ശീലമില്ല. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഇനിയും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ കഴിഞ്ഞ തവണ ഇൻട്രൊഡ്യൂസ് യുവർ ഫാമിലി എന്ന് പറഞ്ഞ് ചോദിച്ചത് രേഷ്മ എന്ന് പറഞ്ഞിട്ടൊരു ആളാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഓക്കെ, സോ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഇപ്പോൾ അറിയാലോ, മോസ്റ്റ്ലി എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ലഞ്ച് വേണം, ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഡിന്നർ വേണം, അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് നമ്മൾ പോയി. അപ്പം ഞാനിവിടെ കണ്ടത് കാനഡയിൽ എല്ലാവരും ഭയങ്കര ബിസിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു റാപ്പ്, ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഒരു ടോർട്ടിയ റാപ്പാണ്. ടോർത്തില്ല എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്, തോർത്തില്ല. പക്ഷെ അതിനെ ഞാൻ നോക്കിയപ്പോൾ അവർ ടോർട്ടിയ അങ്ങനെയാണ് പറയണത്. ഓക്കെ, സോ ടോർട്ടിയ റാപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ. അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. കുറച്ച് ചിക്കനും കുറച്ച് സാലഡും കുറച്ച് സോസസും എല്ലാം കൂടി കൂട്ടി നമ്മൾ റാപ്പാക്കി വെക്കും. ഇത് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റാപ്പ് ഒരു സിപ്പ് ലോക്കിനകത്ത് നിങ്ങൾ ഇട്ട് വെച്ച് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേണമെങ്കിൽ ഒരു 2 weeks ഇരിക്കും ആ സംഭവം. എപ്പോഴാണോ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ആവശ്യം വേണ്ടേ, ഫ്രീസറിൽ നിന്ന് നേരെ എടുക്കുക, ഓവനിൽ കയറ്റുക, ചൂടാക്കുക, പൊതിയ, കൊണ്ടുപോവുക, കഴിക്കുക, ഡൺ. ഓക്കെ, സോ നമുക്ക് കുക്കിംഗ് വ്ളോഗിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റാപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ബറീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ബേസ് ആയിരിക്കും. അപ്പോൾ ബേസിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ടോർട്ടിയാസ് ആണ്. ഞാൻ വാൾമാർട്ടിൽ പോയപ്പോൾ ഒരു 10 വരുന്ന ഒരു ബാഗാണ് വാങ്ങിയത്. അപ്പോൾ ഈ ടോർട്ടിയ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് വീറ്റ് ഫ്ലോർ, ആട്ട കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ടോർട്ടിയാണ്. ഇത് തന്നെ കോൺഫ്ലോർ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട്. ഇനി ടോർട്ടിയാസ് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതേ സെയിം ടെക്സ്ചറിൽ വരുന്നൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു കപ്പ് ആട്ടയും ഒരു കപ്പ് മൈദയും എടുത്തിട്ട് ചപ്പാത്തി കുഴക്കണ പോലെ കുറച്ച് ഉപ്പും ഓയിലും ഒഴിച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു പരുവത്തിലുള്ള സംഭവം നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സാലഡ് ഫില്ലിംഗ് ആണ്. അപ്പോൾ സാലഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ എടുത്തേക്കണത് റെഡ് ബെൽ പെപ്പറാണ്. നിങ്ങൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം കേട്ടോ, വേറെ ഒന്നും യൂസ് ചെയ്യാതെ. ഞാൻ ഈ ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് റെഡ് ബെൽ പെപ്പർ എടുക്കുക. ഇതിനൊരു ഇളം മധുരമുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടൊമാറ്റോ എടുക്കാം, സാധാ ഏതെങ്കിലും ഒരു ടൊമാറ്റോ എടുക്കുക. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ലെറ്റ്യൂസാണ്. ഇതുപോലെ നീളത്തിലുള്ള ലെറ്റ്യൂസ് എടുക്കുക. ഞാൻ ഉപ്പൊക്കെ ഇട്ട് കഴുകി വാർത്ത് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പാഴ്സ്ലിയാണ് എടുത്തേക്കണത്. വേറെ ഒരു ഇലയും എടുക്കരുത്, ഈ പാഴ്സ്ലി തന്നെ എടുക്കുക. അപ്പോൾ പാഴ്സ്ലിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ക്രിസ്പിനെസ് ഉണ്ട്. ആ ഇലയ്ക്ക് നല്ലൊരു പ്രത്യേകതരം സ്മെല്ലും ഉണ്ട്. എല്ലാവർക്കും ആ ഫ്ലേവർ ഇഷ്ടമാവുമെന്ന് അറിയില്ല, ബട്ട് ഫുൾ ഈ ഒരു റാപ്പ് മൊത്തത്തിൽ സെറ്റായി വരുമ്പോൾ അങ്ങനെ പാഴ്സ്ലിയുടെ മാത്രം ടേസ്റ്റ് എടുത്ത് അറിയുന്നില്ല കേട്ടോ. ഇനിയാണ് നമ്മുടെ ധാരം.
ദി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ദി ഡിഷ് ചിക്കൻ. ഞാൻ കോസ്കോ പോയപ്പോൾ വാങ്ങിയതാണ്. അത്യാവശ്യം കുറച്ച് ഓഫറും കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നൊരു 2 ബ്രസ്റ്റിൻ്റെ ആവശ്യം നമുക്കുള്ളൂ, കാരണം ഞങ്ങളാകെ 2 പേരുള്ളൂ. അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് ഞാൻ സൂപ്പ് ഉണ്ടാക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഒനിയൻ എടുക്കുക. ഈ ഒനിയൻ ഞാൻ യൂസ് ചെയ്യുന്നത് മെയിൻലി കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റല്ല 2 എഗ്ഗും എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഒരു ബുൾസൈ നമ്മുടെ സണ്ണി സൈഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ റാപ്പിൻ്റെ ഉള്ളിൽ നമ്മളത് വെക്കില്ല കേട്ടോ. ഞാനെപ്പോഴും ഇതുപോലെ വലിയ പാക്ക് ചിക്കൻ ബ്രസ്റ്റാണ് വാങ്ങുക. കാരണം അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ക്ലിങ് പേപ്പറും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ആ ചിക്കൻ എടുത്ത് നമ്മുടെ യൂസ് കഴിയുമ്പോൾ ആ ക്ലിങ് പേപ്പർ വെച്ചിട്ട് നമുക്കത് വീണ്ടും ഒരു 2 ചുറ്റി നല്ല ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ചിക്കനൊന്നും കേടാവില്ല. പിന്നെ ഇത് ഓൾറെഡി അത്യാവശ്യം നല്ല കഴുകി വൃത്തിയാക്കിയിട്ടാണ് അവർ തന്നേക്കണം. വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ഒന്നുകൂടെ ഒന്ന് കഴുകിയാണ് സംഭവം എടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത്, നമുക്ക് ഈ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ പുഴുങ്ങിയെടുക്കാൻ വേണ്ടി ഞാൻ ആ ചിക്കൻ ബ്രസ്റ്റിനകത്ത് കുറച്ച് സ്പൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒരു സ്പൂൺ സോൾട്ടും ഒരു സ്പൂൺ പെപ്പറും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത്, പിന്നെ അതിലേക്ക് കുറച്ച് ക്ലോവ്സ്, പിന്നെ കറുകാപ്പട്ട, പിന്നെ ഒരു സംഭവം കൂടി ആഡ് ചെയ്തല്ലോ, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ബേ ലീഫും കൂടി ഇട്ടു. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊരു 3 വിസിൽ മീഡിയം ഫ്ലെയിമിനകത്ത് വെച്ചിട്ട് ഞാനൊരു 3 വിസിൽ അടുപ്പിച്ചു. ഇനി നമുക്ക് സാലഡിന് വേണ്ടിയിട്ടുള്ള ആ ഫില്ലിംഗ് ഉണ്ടാക്കാം. ബറീറ്റോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ സാലഡ് കട്ട് ചെയ്യണത് ഇങ്ങനെ നീളത്തിലാണ്, അതിന് വേണ്ടിയാണ് അത് കാണിച്ചത്. അതിൽ അനിയൻ മാത്രം ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കാരമലൈസ് ചെയ്താണ് എടുക്കാം. പിന്നെ ഇത് പാഴ്സ്ലിയുടെ മണം നല്ല അടിപൊളി മണാട്ടാ. എന്തോ ഒരു പ്രത്യേക മണം പാഴ്സ്ലിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളെല്ലാം സെറ്റ് ചെയ്തു. ഇനി നേരത്തെ ഞാൻ വിട്ടുപോയി, ഒരു 3 കുക്കുംബറും കൂടി വേണം. അതിൽ 2 കുക്കുംബർ ഞാൻ യൂസ് ചെയ്തില്ല, ഞാൻ മറന്നുപോയി. ഒരു കുക്കുംബർ ഞാൻ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വെച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് ഒനിയൻ കാരമലൈസ് ചെയ്യാൻ പോവുക. കാരമലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒനിയൻ വെക്കുക, തിരിച്ചും മറിച്ച് കൊടുക്കുക. ഇത്രയുള്ളൂ, പരിപാടി കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗാർലിക് മേയോ, ബാർബിക്യൂ സോസ്, കുറച്ച് കെച്ചപ്പ്, സോയാ സോസ്, ഇതെല്ലാം കൂടി, ബാക്കിയെല്ലാം കുറച്ച് മതി. കെച്ചപ്പ് മാത്രം ഞാൻ കുറച്ച് കൂടുതലെടുത്തു. പിന്നെ ബാർബിക്യൂൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ബാർബിക്യൂ സോസും കുറച്ച് കൂടുതലെടുത്തു. അതിലേക്ക് നമ്മുടെ ഒരു നാടൻ ഇന്ത്യൻ ടച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ വറ്റൽമുളകില്ലേ, ചില്ലി ഫ്ലേക്സ്, അത് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി. വേറെ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടാ. ഇനി കാരമലൈസ്ഡ് ഒനിയൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ കളർ കണ്ട് നിങ്ങൾ കരിഞ്ഞതാണ് അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. സംഭവം നല്ല അടിപൊളി സെറ്റായിട്ടാണ് വന്നേക്കണേ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ക്യാപ്സിക്കം അല്ലെങ്കിൽ നമ്മുടെ റെഡ് ബെൽ പെപ്പർ ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തെടുത്താൽ മതി. ചുമ്മാ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഞാൻ വേറെ ബട്ടർ ഓയിലോ ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യണ്ട. ഒരെണ്ണം എടുത്ത് കടിച്ച് നോക്കാം, നല്ല സോഫ്റ്റ് മധുരം നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ അത് സെറ്റായി. എന്നിട്ട് നമ്മളത് പകർത്തി മാറ്റി വയ്ക്കുക. ഇനി ഒരു ദോശക്കല്ല് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ടോർട്ടിയാസ് എല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. കുറേ നേരം വെക്കരുതിട്ടാ. ഒരു 2 മിനിറ്റ്സ് ഒരു സൈഡ്, 2 മിനിറ്റ്സ് അപ്പുറത്തെ സൈഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ 3 വിസിൽ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെ ചിക്കൻ ചിക്കി പൊളിക്കാമെന്ന് കാണിച്ചു തരാം. ഞാനതൊരു ബൗളിനകത്ത് ഇട്ടിട്ട് 2 ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമ്മുടെ കയ്യിലൊന്നും അഴുക്കല്ല, ആ എണ്ണയൊന്നും ആവാതെ സെറ്റായി കിട്ടും. ഇനി ടോർട്ടിയയുടെ റാപ്പിംഗ് ആണ് ഏറ്റവും പ്രധാനം. അതായത് ഈ ഒരു റാപ്പ് ഉണ്ടാക്കുമ്പോൾ അത് പുറത്തേക്കൊന്നും ചാടി പോവാതെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമല്ലോ. അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ ഇങ്ങനെ വെച്ചു. അത് ഞാൻ ജസ്റ്റ് അഴുക്കാവാതിരിക്കാൻ വേണ്ടി വെച്ചതാണ്. അതിലേക്ക് ഒരു ടോർട്ടിയ വെച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ സോസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പരത്തി വെച്ച് അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ്, ക്യാപ്സിക്കം, കാരമലൈസ്ഡ് ഒനിയൻ, ടൊമാറ്റോ, പാഴ്സ്ലി, കുക്കുംബർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടി വെക്കാം. ഇനി നമുക്ക് ടോർട്ടിയാസ് ഈ ഒരു റാപ്പ് നല്ല കറക്റ്റായിട്ട് മടക്കാൻ വേണ്ടി ആദ്യം 2 കോർണറിൽ നിന്ന് ഇങ്ങനെ മടക്കി എന്നിട്ട് മറ്റേ സൈഡ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് തിരിച്ചിരിക്കുക. കാണാൻ വേണ്ടി ഞാൻ തിരിച്ച് വെച്ചതാട്ടാ. ഫ്ലിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ടക്കിൻ ചെയ്ത് വയ്ക്കുക. നമ്മളിങ്ങനെ ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കില്ലേ, അതുപോലെ ഇതിങ്ങനെ ടക്കിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്താ വെച്ചാൽ അതിങ്ങനെ ലോക്കായിട്ടിരിക്കും, ഒന്നും പുറത്തേക്ക് ഒന്നും പോവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അവസാനം നമ്മളത് മുറിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബൈറ്റ് എടുക്കുമ്പോഴോ എല്ലാം പുറത്തേക്ക് ചാടും. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ ഒരു സൈഡും കൂടി ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മളത്
നമ്മുടെ ടോർട്ടിയ റാപ്പ് റെഡി. ഒരു ദോശക്കല്ലിൽ വീണ്ടും അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. ഗ്രില്ലല്ല, ചുമ്മാ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഡെക്കറേറ്റീവായിട്ട് നടുക്കി കൂടെ അങ്ങ് കീറി. അടിപൊളി. നല്ല രസമല്ലേ കാണാൻ. ഈ രസം മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് എനിക്ക് ഭയങ്കര 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 ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഒരു ടോർട്ടിയ റാപ്പ്. സോ എല്ലാം റെഡി. ഇനി ഒരു ഇച്ചിരി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് ബ്ലൂബെറി. ഓക്കെ, സോ ഞാൻ കഴിക്കാൻ പോവാ. ഞാൻ കഴിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. എന്തായാലും മോശമാവില്ല. ഞാൻ ഉണ്ടാക്കിയോണ്ടല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റഫിങ്സ് അങ്ങനെ ആയതുകൊണ്ട്. കാണുന്നുണ്ടോ? മനസ്സിലാവണ്ട. കണ്ടോ? ഓക്കെ ഓക്കെ, സോ ചിയേഴ്സ്. കൊള്ളാം. ഈ ടോർട്ടിയയിൽ തന്നെ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് ഒരുപാട് ഉപ്പ് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ചിക്കൻ പുഴുങ്ങണ സമയത്ത് ഒരു സ്പൂൺ ഉപ്പിട്ടു, നിങ്ങൾ കണ്ടു. ഇവിടെയുള്ള ക്യാമറ ഈശ്വര. ചിക്കൻ പുഴുങ്ങണ സമയത്ത് ഞാൻ ഒരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊള്ളാം. ആ ഒരു ഉപ്പ് മതി, കറക്റ്റാണ്. എനിക്ക് അത് കറക്റ്റാണ്. ഉപ്പ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഉപ്പിടാം. നിങ്ങൾ ആ ചിക്കൻ അതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ പൊതുവേ ഉപ്പ് കുറച്ച് കുറവാണ് കഴിക്കാറ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലുള്ള ബാർബിക്യൂ സോസിൽ ഞാൻ കുറച്ച് മേയോ, കുറച്ച് ലെമണിൻ്റെ ജ്യൂസ്, അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്പൈസി ആണോയെന്ന് വെച്ചാൽ ഭയങ്കര സ്പൈസി അല്ല, ഞങ്ങൾക്ക് അത്ര സ്പൈസി പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം, അപ്പോൾ കുറച്ച് സ്പൈസി ലെവൽ കൂടും. പക്ഷേ ഇതുപോലെ കഴിക്കണം. ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് അതുപോലെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു സ്പൈസ് ലെവലിൽ കഴിച്ച് നോക്ക്. നല്ല ടേസ്റ്റാണ്, ഭയങ്കര അടിപൊളിയാണ്. ഒബ്വിയസ്ലി ചിക്കൻ വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിച്ച് നോക്ക്. നൈസ് സാധനമാണ്. ഓക്കെ, വീണ്ടും ചിയേഴ്സ്. സോ ഇനി അധികം ഈ ഒരു റാപ്പ് ഉണ്ടാക്കണതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊന്നും വരില്ല. കുറേ പാത്രം കഴുകേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ റാപ്പ് ബേസ് ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്, വാൾമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അത് ഉണ്ടാക്കാനും പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് മൈദയും മാട്ടിയും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഉണ്ടാക്കിയ ഒരു ടോർട്ടിയയുടെ പോലെ ആ ഒരു ടേസ്റ്റിനോട് സിമിലാരിറ്റി ഉള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ടോർട്ടിയ വാങ്ങാൻ കിട്ടിയില്ലെങ്കിലുള്ള കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. വിചാരിക്കണു ഞാൻ പറഞ്ഞ രീതി എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉണ്ടാക്കിയ റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നുണ്ടാക്കിയ ഈ ഒരു റാപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായി ഇൻ ദ സെൻസ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലേന്ന്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, ട്രസ്റ്റ് മീ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. ഇതിൽ വേറെ ഞാൻ അധികം കളകണ സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ബാർബിക്യൂ സോസ് ഞാൻ പുറത്ത് വാങ്ങിയതാണ്, ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള സോസുകൾ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഈ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെയിം ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ച സോസസ് തന്നെ ഉപയോഗിക്കണം, എന്നാലാണ് ആ സെയിം ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതൊരു 10-15 ഉണ്ടാക്കിയിട്ട് നേരെ ആ ഒരു എയർ ഇതിനകത്ത് വെച്ചിട്ട് നല്ലപോലെ സീൽ ചെയ്ത് എയർ ടൈറ്റിനകത്ത് വെച്ചിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വയ്ക്കാം. ഫ്രീസറിൽ വെച്ചാൽ കുറേ കാലമായിരിക്കും, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമായിരിക്കും. അപ്പോൾ ഞാനിനി എന്ത് റെസിപ്പി ട്രൈ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഞാനിങ്ങനെ ഫേസ് കാണിച്ചിട്ടുള്ള എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാനിങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിച്ച് എനിക്ക് ശീലമില്ല, പഠിച്ച് വരണേ ഉള്ളൂ. അതല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, അതല്ലാതെ ചുമ്മാ നിന്ന് സംസാരിക്കാൻ എനിക്ക് നല്ലോണം പറ്റും. ക്യാമറയിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് അറിയില്ല എന്നല്ല, അറിയാം. ബട്ട് ഒരു
സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, കമൻറ്റിൽ ചോദിക്കുക. ഞാൻ എല്ലാത്തിനും റിപ്ലൈയും ആൻസറും വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യും, കമൻ്റ് ആയിട്ട് റിപ്ലൈ മതിയെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാം. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക, നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ഹോർമോൺസൊക്കെ പുറത്തേക്ക് വരട്ടെ. ഓക്കെ, സോ അതുവരെയും ടാ.